വൈറ്റമിൻ്റെ കലവറയായ പലതരത്തിലുള്ള വെണ്ടയ്ക്ക നമ്മൾ അടിപൊളിയായിട്ട് വിളവെടുപ്പ് നടത്തുന്നത് കണ്ടല്ലോ അല്ലേ. എല്ലാവർക്കും ഇതുപോലെ വിളവെടുപ്പ് നടത്താനായിട്ട് നമ്മൾ മണ്ണിൽ ഈ ഒരു സംഭവം ചേർക്കാതിരുന്നാൽ മാത്രം മതി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് 4-5 മാസം തുടർച്ചയായിട്ട് ഇതുപോലെ വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും. എല്ലാവർക്കും നമസ്കാരം. കാൽസ്യം, അയൺ, മഗ്നീഷ്യം, പൊട്ടാസ്യം, സിങ്ക് എന്നിവ ഉയർന്ന തോതിൽ അടങ്ങിയിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണല്ലോ അല്ലേ. അതുപോലെ എല്ലാവരും വെണ്ടയ്ക്ക കൃഷി ചെയ്യുന്നവരാണ്. പക്ഷേ വെണ്ടയ്ക്ക കൃഷി ചെയ്തിട്ട് 100 മേനി വിളവെടുക്കുക, അതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ യാതൊരു കീടബാധ ഇല്ലാതെ നമുക്ക് ധാരാളം വെണ്ടയ്ക്ക പറിച്ചെടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ മണ്ണിൽ എന്തെല്ലാം ചേർത്തുകൂടാ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. മൂലകങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് നമ്മുടെ ചെടികൾക്ക് എത്രമാത്രം ഉപകാരപ്രദമാണെന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ അല്ലേ. അതുപോലെ തന്നെ ഈ മൂലകങ്ങൾ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ഒത്തിരി ദോഷമാണ്. ഈ വെണ്ടത്തയ്യ് ഒത്തിരി